അമ്മ കൂടുതൽ വണങ്ങപ്പെടുമ്പോൾ യേശു കൂടുതലായി അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യും. പരിശുദ്ധ അമ്മയിലൂടെ യേശുവിനെ അറിയാൻ ആവേ മരിയ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റിക്കായി ജീവിച്ച കാറ്റലീനയോട് ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ അമ്മ ഇപ്രകാരം പറഞ്ഞു: പ്രിയപ്പെട്ട മകളെ, നിന്റെ നോട്ടം ഒരിക്കലും താഴേക്കാവരുത്, മുകളിലേക്ക് നോക്കണം, എൻ്റെ പുത്രൻ്റെ മുഖത്തേക്ക്. നിന്റെ നോട്ടം അവന് വേണ്ടി മാത്രമാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു നോട്ടത്തിൽ കൂടി പോലും ദൈവസ്നേഹത്തിൻ്റെ അഭൗമികമായ ഒഴുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകാൻ പരിശുദ്ധ അമ്മ സദാ ജാഗ്രതയോടെ നമ്മുടെ സമീപത്തുണ്ട്. ഈ ദൈവസ്നേഹാനുഭവത്തിലേക്ക് ഈ ഗാനത്തിലൂടെ നമുക്ക് കടന്നു പോകാം. നിൻവിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരെ മാതേ, സ്വർഗതീരമേ മേരെ മാതേ, ത്യാഗരൂപമേ മേരെ മാതേ, സ്നേഹദീപമേ മേരെ മാതേ. സമുദ്രതാരമേ മേരെ മാതേ, സ്വർഗദീപമേ മേരെ മാതേ, സമുദ്രതാരമേ മേരെ മാതേ, സ്വർഗതീരമേ മേരെ മാതേ. സ്വർഗരാജ്ഞിയായ പരിശുദ്ധ മറിയമേ, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ തോൽപ്പിച്ച് ആത്മസ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്കായി ഈശോയോട് പ്രാർത്ഥിക്കണമേ. വിനയാനെതിരെ കനിവോടെ ദൈവമുയർത്തും എന്നതിന് ഈ മണ്ണിൽ കൺമുൻപിൽ നേരിയൊരടയാളം. വിനയാനെതിരെ കനിവോടെ ദൈവമുയർത്തും എന്നതിന് ഈ മണ്ണിൽ കൺമുൻപിൽ നേരിയൊരടയാളം. മേരിയൊരടയാളം, മഞ്ഞിൽ മേരിയൊരടയാളം, മേരിയൊരടയാളം, മഞ്ഞിൽ മേരിയൊരടയാളം. വിശ്വാസിക്ക് ഹൃദയതലത്തിൽ നേരിയൊരടയാളം. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരെ മാതേ, സ്വർഗതീരമേ മേരെ മാതേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിന് കാവലായി കൂടെ വരണേ. ദൈവത്തിൻ തിരുമുൻപിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവ മക്കൾക്കിന്നും പാവനമാകും മാർഗം രാജകന്യ. ദൈവത്തിൻ
രാജകന്യാ സമുദ്രതാരമേ മേരെ മാതേ സ്വർഗതീരമേ മേരെ മാതേ ത്യാഗരൂപമേ മേരെ മാതേ സ്നേഹദീപമേ മേരെ മാതേ നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മളിന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം പരിശുദ്ധ അമ്മ എന്തുമാത്രം പേരുകളിലാണ് അറിയപ്പെടുന്നത്. സഭയിൽ ലോകം മുഴുവനും അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു 117 പേരുകളിൽ അമ്മയെക്കുറിച്ച് അറിയപ്പെടുന്നുണ്ട് ലോകത്തിൽ മുഴുവനും. ഫാത്തിമ മാതാവ്, ലൂർദ് മാതാവ്, മെജുരിക്കോ മാതാവ്. ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിൽ വെളാൽ മാതാവ്, കഞ്ചിക്കോട് മാതാവ്, തമിഴ്നാട്ടിൽ വേളാങ്കണ്ണി മാതാവ്, ഇങ്ങനെ ഒരുപാട് പേരുകൾ, ലോകം മുഴുവനും അമ്മയെ ഇങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇത്രയേറെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഉള്ളതുപോലെ ഉള്ള ഖ്യാതി മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. 40-ലധികം തിരുനാളുകൾ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ലോകത്തിൽ നടക്കുന്നുണ്ട്. 40-ലധികം തിരുനാളുകൾ. സ്നേഹമുള്ളവരെ, ഏതെങ്കിലും ഒരു വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ ഇല്ലാത്ത ക്രൈസ്തവ കുടുംബങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ വീടുകളിലും അമ്മയുടെ പേരുള്ള വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ പേരിൽ എന്തുമാത്രം ദേവാലയങ്ങളാണ് ഇന്ന് ലോകത്തിൽ മുഴുവനുള്ളത്. അതുകൊണ്ട് അമ്മയെക്കുറിച്ച് ഇത്രയേറെ ഖ്യാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മയുടെ മധ്യസ്ഥം നമ്മൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് നടത്തിത്തരും. അത് കൃത്യമായിട്ട് നടത്തിത്തരുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരിക്കലും ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ഒരു സുഹൃത്ത്, നല്ലൊരു സുഹൃത്ത്, അദ്ദേഹം നിരന്തരമായിട്ട് പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യത്തിലും നവീകരണത്തിലൊക്കെ വന്ന് ഒത്തിരി ആത്മീയ വളർന്ന വ്യക്തി. അപ്പോൾ ഒരു സ്ഥിരമായിട്ട് പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന വ്യക്തി ഒരു 4-5 ദിവസമായിട്ട് അടുപ്പിച്ച് കുർബാന സ്വീകരിക്കാതെ പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നം ഉയർന്നു. എന്തുകൊണ്ടാണ് ഈ വ്യക്തി കുർബാന സ്വീകരിക്കാതെ പോകുന്നത്? ഒരുപക്ഷെ വേറെ കുർബാന കൂടിയിട്ട് വരുന്നതുകൊണ്ടായിരിക്കുമോ? അല്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് കുർബാന കഴിയുമ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് സുഹൃത്തെ കുർബാന സ്വീകരിക്കാതെ പോകുന്നത്? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അത് ഞാൻ പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അവൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ എന്നോട് പറഞ്ഞു, 1 മാസത്തോളമായി ഭാര്യയും ഞാനും കൂടെ അകൽച്ചയിലാണ്. ചെറിയ കാരണങ്ങളിൽ തെറ്റി അത് വളരെ രൂക്ഷമായി. ഇപ്പം അദ്ദേഹം ഒറ്റയ്ക്കും അമ്മയും മക്കളും വേറൊരു ഭാഗത്തും, അവർ വേറൊരു മുറി കിടക്കുന്നു, ഇദ്ദേഹത്തെ വേറെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കാക്കി. ഭക്ഷണം പോലും മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ വേദനിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ഇനിയൊരു പക്ഷേ യോജിക്കാൻ പറ്റുമെന്ന് പോലും തോന്നുന്നില്ല എന്ന് അദ്ദേഹം വേദനയോടെ പറയുക. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു, ഇത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, നമുക്ക് അല്പം നേരം ഇരുന്ന് പ്രാർത്ഥിച്ചാലോ? അത് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. എൻ്റെ ഒരു സുഹൃത്തിനെ കൂട്ടി വിളിച്ച് ഞാൻ ഒരുമിച്ച് ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഏതാണ്ട് എനിക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചെന്ന് എനിക്ക് തോന്നിയത്. പ്രധാനമായും പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ ഭൂമിയിലൊരു കുടുംബം പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വിവാഹ വീട്ടിൽ തീർച്ചയായിട്ടും അമ്മയുണ്ടായിരുന്നു. കല്യാണത്തിന് അമ്മയുടെ പങ്കുണ്ട്. തീർച്ചയായിട്ടും അമ്മ സഹായിക്കും, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അമ്മ സഹായിക്കണം. അങ്ങനെ അമ്മയുടെ മധ്യസ്ഥയിലിരുന്ന് ജപമാലയൊക്കെ പ്രാർത്ഥിച്ചു. ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കുറച്ച് നേരം വൈകി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഒന്ന് ചെന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ വീടിൻ്റെ അകത്തേക്ക് കയറാൻ പോലും പറ്റുമെന്ന് തോന്നുന്നുണ്ടാകില്ല, കാരണം സമയം കഴിഞ്ഞു പോയല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാരമില്ല, ഒരു ദിവസം പുറത്ത് കിടന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയാണ്. ഏതായാലും അദ്ദേഹം പിറ്റേ ദിവസം എന്നോട് വന്ന് പറഞ്ഞ വലിയൊരു കാര്യം, അദ്ദേഹം ഓടി വന്ന് എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അതായത് ഞാൻ ഇന്നലെ വലിയൊരു അത്ഭുതം ഉണ്ടായി. എന്നുവെച്ചാൽ എന്താ, 1 മാസമായിട്ട് എനിക്ക് ഭക്ഷണം തരികയോ എന്നോട് സംസാരിക്കുകയോ എന്നോടൊന്ന് മിണ്ടുക പോലും ചെയ്യാതിരുന്ന ഭാര്യയും മക്കളും ഇന്നലെ ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും ഭക്ഷണവും വിളമ്പി വെച്ച് കാത്തിരിക്കുകയാണ് ഈ അപ്പൻ വരാൻ വേണ്ടി. പരിശുദ്ധ അമ്മയുടെ ആ മധ്യസ്ഥന് എത്ര ശക്തിയുണ്ട് എന്ന് പറയപ്പെട്ട ലോകത്തിലെല്ലാം ഇതുപോലെ പരിശുദ്ധ അമ്മ ഓടി നടന്നുകൊണ്ട് നിങ്ങൾ ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ആദ്യമായി തന്നെ കല്യാണ വീട്ടിലെ ആ സംഭവം നമുക്ക് നോക്കാം. കല്യാണ വീട്ടിലാണ് ആദ്യം അമ്മയുടെ മധ്യസ്ഥതയിൽ അത്ഭുതം നടന്നത്. തീർച്ചയായിട്ടും ആ വിവാഹ വിരുന്നിനെക്കുറിച്ചൊന്നും ധ്യാനിക്കുന്നത് നല്ലതാണ്. കാനായിലെ കല്യാണ വീട്ടിൽ ഒരു വിവാഹം നടന്നു. ഇങ്ങനെയാണ് സുവിശേഷം പറഞ്ഞു വെച്ചിരിക്കുക. 3-ാം ദിവസം കാനായിലെ കല്യാണ വീട്ടിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. അവിടെ യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു.
പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല, അവരുടെ വീഞ്ഞ് തീർന്നു പോയി. ഉടനെ തന്നെ ഈശോ പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്. സ്നേഹമുള്ളവരെ, ഇവിടെ സ്ത്രീയെ എന്ന് വിളിച്ചിരിക്കുന്നത് ഈ കുരിശിൽ സംഭവിക്കാൻ പോകുന്ന രക്ഷണീയ കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഈശോയുടെ ആ മഹത്വം വെളിപ്പെടുത്തുന്നതിൻ്റെ ആദ്യത്തെ അടയാളമായിരുന്നു ഈ കല്യാണ വീട്ടിൽ നടന്നതെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ എനിക്കും നിനക്കും എന്ത്, ഇത് വളരെ നിസ്സാരമൊരു കാര്യമാണല്ലോ എന്ന് അവിടെ പറഞ്ഞു വെക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, ഏതൊക്കെയായാലും പരിശുദ്ധ അമ്മ പറഞ്ഞതനുസരിച്ച് അവിടെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ഇത് പറഞ്ഞിട്ട് പിന്നെ അമ്മ ഈശോയുടെ റെക്കമെൻഡേഷനൊന്നും പോകുന്നില്ല. പരിശുദ്ധ അമ്മ നേരെ പോകുന്നത് പരിചാരകരുടെ അടുത്തേക്കാണ്. പരിചാരകരോട് പോയി പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുക, അവൻ പറയുന്നത് പോലെ ചെയ്തുകൊള്ളുക. എനിക്കിവിടെ പങ്കുവെക്കാനുള്ളൊരു കാര്യം, ഈ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അത് പരിശുദ്ധ അമ്മ അറിയുന്നതിന് മുമ്പ് ഈശോ അറിഞ്ഞിരുന്നില്ലേ? കാരണം അവിടുന്ന് ദൈവമായതുകൊണ്ട് തീർച്ചയായിട്ടും ഈശോയും അറിയണ്ടേ? ഇവിടെ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഈശോ ഇത് അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തില്ല എന്നൊക്കെ. തീർച്ചയായിട്ടും ഈശോയ്ക്ക് അറിയാം. കാരണം തളർവാദ രോഗിയെ കട്ടിലിൽ ഇറക്കി കൊണ്ടുവന്ന സമയത്ത് ആ രോഗിയെ തൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഈശോ പറഞ്ഞ ആദ്യത്തെ വാചകം, ഇതാ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അടുത്തിരുന്ന ചില ഫരിസയരും നിയമിച്ചരും ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ പാപം ക്ഷമിക്കുന്നു എന്ന് പറയാൻ? എന്താ ഇവർക്ക് ഇവൻ അധികാരം കൊടുത്തിരിക്കുന്നത്? അത് ദൈവത്തിന് മാത്രമല്ലേ അധികാരമുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ചിന്തയെ തിരിച്ചറിയുന്ന ദൈവം, ഈശോ ഒരാളുടെ ചിന്ത അറിയുന്നു. വീണ്ടും പത്രോസ്ലിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഈ പീഡ സഹിക്കണം, മരിക്കണം, ഉത്ഥാനം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ എന്നെ ഇട്ടേച്ച് പോകും. അപ്പോൾ ഈശോ പത്രോസ് പറഞ്ഞു, ഒരു കാരണവശാലും നിന്നെ ഞങ്ങൾ ഇട്ടേച്ച് പോകില്ല. അപ്പോൾ ഉടനെ ഈശോ പറഞ്ഞു, അങ്ങനെ പറയരുത്. അപ്പോൾ ഉടനെ പത്രോസ് വീണ്ടും പറഞ്ഞു, മരിക്കേണ്ടി വന്നാലും നിന്നെ തള്ളി പറയുകയും ഇട്ടേച്ച് പോവുകയും ചെയ്യില്ല. അപ്പോൾ ഈശോ പറഞ്ഞു, നാളെ നേരം വെളുക്കുന്നതിന് 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയും. ഒരു മനുഷ്യൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പോലും മുൻകൂട്ടി പറയാൻ അറിവുള്ളവനാണ് ഈശോ. വീണ്ടും സമരിയാക്കാരി സ്ത്രീയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈശോ, അങ്ങനെ സംഭാഷണ വേളയിൽ സംസാരിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൾക്ക് ഈശോയെക്കുറിച്ച് ബോധ്യമായി. അവൾ പറഞ്ഞു, എനിക്ക് ജീവജലം തരിക. അപ്പോൾ ഉടനെ പറഞ്ഞു, നിനക്ക് ജീവജലം തരാം, പക്ഷേ നീ നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരണം. ഉടനെ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ ഈശോ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ, നിനക്ക് ഇപ്പോൾ ഉള്ളത് നിൻ്റെ ഭർത്താവല്ല, എന്നാൽ നിനക്ക് 5 പേരുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങൾ വായിച്ചെടുക്കാൻ കഴിവുള്ളവനാണ് ഈശോ. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നവനാണ് ഈശോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാം, ഈശോ അറിയാതിരുന്നിട്ടല്ല ഈ കല്യാണ വീട്ടിലെ വീഞ്ഞു തീർന്നു പോയ അവസ്ഥ. ഇത് പരിശുദ്ധ അമ്മയിലൂടെ വരണമെന്ന് സ്വർഗം ആഗ്രഹിച്ചിരുന്നു. ഇത് പരിശുദ്ധ അമ്മയിലൂടെ ഒരു മധ്യസ്ഥം വരണം. കാരണം പരിശുദ്ധ അമ്മയ്ക്കും ഈ രക്ഷണീയ കർമ്മത്തിൽ പങ്കുണ്ട്. സഹകാരിണിയാണ് അവൾ, സഹരക്ഷകയാണ് അവൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം മുഴുവനും ഓടി നടന്നുകൊണ്ട് അമ്മ ഇതുപോലെ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അമ്മ ഓടി നടക്കുക. അതുകൊണ്ടാണല്ലോ 1917 മെയ് 5-ാം തീയതി ബെനഡിക്ട് 15-ാമൻ മാർപ്പാപ്പ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇങ്ങനെ ലുത്തിനിയയിലൊരു പ്രാർത്ഥന കൂട്ടിച്ചേർത്തു. ജപമാല സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന പ്രാർത്ഥന ലുത്തിനിയയിൽ കൂട്ടിച്ചേർത്തു 1917 മെയ് 5-ാം തീയതി. തുടർന്ന് മെയ് 13-ാം തീയതി ആയപ്പോഴേക്കും 1917 മെയ് 13-ാം തീയതി ആയപ്പോഴേക്കാണ് മാതാവ് 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുന്നത്. 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ കുറേ ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. ആ കുട്ടികൾ അത് വളരെ കൃത്യമായിട്ടും പാലിച്ച് അതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമ്മൾ ഈ അടുത്ത നാളുകളിൽ കണ്ടു. 100 വർഷം കഴിഞ്ഞുള്ള ജൂബിലി ആഘോഷത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഫാത്തിമയിൽ പോവുകയും ആ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തുകൊണ്ട് അവിടെ വെച്ച് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ 2 പേരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുക. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയിൽ ആദ്യത്തെ ഒരു സംഭവമാണ് രക്തസാക്ഷികളല്ലാത്ത കൊച്ചു മക്കളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളത്. അതിന് 3ാമതുണ്ടായിരുന്ന ലൂസിയെയും കൂടി ഇപ്പോൾ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. വലിയൊരു സന്ദേശം ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. വലിയൊരു സന്ദേശം.
കാരണം 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ 2 കൊച്ചുങ്ങൾ മാതാവ് പറഞ്ഞ കാര്യങ്ങൾ അതേപടി അനുസരിച്ച് വിശ്വസിച്ചെങ്കിൽ, അതനുസരിച്ച് പ്രവർത്തിച്ചെങ്കിൽ, അവർ മറ്റുള്ള ത്യാഗങ്ങളും വിഷമങ്ങളും ഒന്നും പരിഗണിക്കാതെ അവരത് ചെയ്തെങ്കിൽ, അവരുടെ ജീവിതങ്ങൾ വിശുദ്ധങ്ങളായി മാറിയെങ്കിൽ ഇന്ന് നമുക്ക് വലിയൊരു സന്ദേശമായത്, നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമാണ്. ഇന്നും ലോകത്തിലെല്ലാം മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ ഒരു വലിയ സന്ദേശം തന്നെയാണ് അറിയിക്കുക. അതുകൊണ്ട് നമ്മളൊക്കെ വിശുദ്ധരാകാം, നമുക്കൊക്കെ വിശുദ്ധരാകാം, വിശുദ്ധരായി തീരുവാനുള്ള വഴിയാണ് അമ്മ കാണിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാം വലിയ പ്രതീക്ഷയുണ്ട്. മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊക്കെ വിശുദ്ധരായി തീരും, അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കുന്നവരായി മാറും എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു ബോധ്യമായി ഇതിനോട് തരിക. മാത്രവുമല്ല, ഈ വർഷം ഈ മാധ്യമ മാതാവിൻ്റെ സന്ദേശത്തിൻ്റെ 100-ാം വർഷം ആഘോഷിക്കുമ്പോൾ കേരള സഭ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. KCBC അധ്യക്ഷന്മാരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു, നമുക്കൊരു കാര്യം ചെയ്യാം, കേരളത്തിൽ മാതാവിൻ്റെ ഒരു സന്ദേശയാത്ര നടത്താം. അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒരു സന്ദേശ യാത്ര നടത്താൻ തീരുമാനമെടുക്കുകയും ഈ വർഷം ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ ഒക്ടോബർ 28-ാം തീയതി വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എല്ലാ രൂപതകളിലും 600ഓളം ഇടവകളിൽ കൂടെ ഈ ഫാത്തിമ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള സന്ദേശയാത്ര നടക്കുകയുണ്ടായി. ദൈവാനുഗ്രഹത്താൽ എനിക്കും കുറേ രൂപതകളിലൂടെ കടന്നു പോകുവാനും മാതാവിനോടൊപ്പമായിരിക്കാനും കൃപ ലഭിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനമൊക്കെ ഒഴുകുകയായി ഈ സന്ദേശയാത്രയിലൂടെ കടന്നു പോകുമ്പോൾ. ദേവാലയങ്ങളിൽ, ഏതൊക്കെ ദേവാലയങ്ങളിൽ പരിശുദ്ധ അമ്മയെ തിരുസ്വരൂപം വെച്ച് വണങ്ങി പ്രാർത്ഥിച്ചുവോ ആ ദേവാലയങ്ങളിലൊക്കെ ജനങ്ങൾ ഒഴുകി വരികയാണ്. അക്രൈസ്തവരായ വ്യക്തികൾ പോലും ഒഴുകി വരുന്നത് കാണുവാനിട വന്നു, വന്ന് പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹം പ്രാപിക്കുന്നതും കാണുവാനിട വന്നു. പ്രിയപ്പെട്ട, ഇത് വലിയൊരു സന്ദേശമാണ് നമുക്ക് തരുന്നത്. ഫാത്തിമയിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഇതുപോലെ അത്ഭുതങ്ങൾ ചെയ്ത് കടന്നുപോയി എന്നുള്ളത് മാത്രമല്ല, ഇന്ന് കേരളത്തിൽ വന്നുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും സന്ദർശിച്ചുകൊണ്ട് നമ്മളോട് ഓരോരുത്തരോടും മാതാവ് പറയുകയാണ്, മക്കളെ നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിക്കണം. കാരണം നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾ, മാനസാന്തരമില്ലാത്ത ആത്മാക്കളുടെയൊക്കെ രക്ഷ, അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് കിടക്കുന്ന ആത്മാക്കളുടെ രക്ഷ, അതുപോലെ തന്നെ ഭരണാധികാരികൾ കുറ്റമറ്റ രീതിയിൽ, ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അധികാരികളുടെ പ്രവർത്തനങ്ങൾ, അവരുടെയൊക്കെ മാനസാന്തരത്തിനും അവരുടെയൊക്കെ തിരിച്ചുവരവിനും, അതുപോലെ തന്നെ ഭീകരവാദികളുടെയൊക്കെ കടന്നുകയറ്റവും അവരുടെയൊക്കെ സഭയെ പീഡിപ്പിക്കുന്ന അനുഭവങ്ങളും, പ്രിയപ്പെട്ടവരെ, അതിനൊക്കെ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അമ്മ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ട് സന്ദേശം തരികയായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും ഇങ്ങനെ ഈ മാതാവിനോട് ചേർന്ന് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി, അതുപോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ശുദ്ധീകരണത്തിൽ കിടന്ന ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് അമ്മയോട് ചേർന്ന് വരുമ്പോൾ നമ്മളൊക്കെ വിശുദ്ധരായി തീരുകയും അത് ലോകം മുഴുവൻ മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുന്നതൊക്കെ നമുക്ക് കാണാൻ ഇടവരുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഈ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. അമ്മ നമ്മളെല്ലാവരെയും സഹായിക്കും, നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ കേരളത്തിൽ നടന്ന അനേക അത്ഭുതങ്ങൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടൊരു കാരണം എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് കോഴിക്കോട് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഞങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പോയാൽ പോരാ, ഇനിയും വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അന്ന് അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ 5 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തണം. അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയും എന്നും നിരന്തരം ഇത് കൂട്ടായ്മയിലുള്ളവർക്ക് വേണ്ടിയുള്ള ഒന്നാമത്തെ പ്രാർത്ഥന, രണ്ടാമത് നവീകരണ മുന്നേറ്റത്തിൽ ഈ 3 രൂപതകളും അടങ്ങുന്ന കോഴിക്കോട് സോണിന് വേണ്ടിയുള്ള പ്രാർത്ഥന, 3ാമത് സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, 4ാമത് ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥന, 5ാമത് ശുദ്ധീകരണ സ്ഥലത്തിന് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന. ഇത് നിരന്തരം ചെല്ലുക എന്നുള്ള തീരുമാനം. അങ്ങനെ ഇന്നൊരു സംഘം, ഒരു 2000ഓളം വരുന്ന വ്യക്തികൾ നിരന്തരം ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി അത്ഭുതങ്ങളാണ് അവരിലൂടെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ സംഭവിച്ചത്. തീർച്ചയായിട്ടും ഈ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥന നമുക്കൊക്കെ ഒത്തിരി അനുഗ്രഹം തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് മാതാവിനോടുള്ള മധ്യസ്ഥം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ദേശത്തിലും ലോകത്തിലും അനുഗ്രഹപ്രദമാണ്. ഈ അനുഗ്രഹം നമുക്ക് ഏറ്റുവാങ്ങാനായിട്ട് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ യോജിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ജനപദങ്ങളുടെയും നാഥിയായ പരിശുദ്ധ മറിയമേ, അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത അമ്മേ, ഞങ്ങളുടെ കുറവുകളും പോരായ്മകളും പരിഗണിക്കാതെ ഞങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് തിരുപുത്രൻ്റെ സന്നിധിയിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും വിശുദ്ധിയും നിത്യജീവനും വാങ്ങി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.
പരിശുദ്ധ ത്രിത്വം കൂടുതൽ അറിയപ്പെടുവാനും മഹത്വീകരിക്കപ്പെടുവാനും പരിശുദ്ധയമ്മ കൂടുതലായി അറിയപ്പെടുക തന്നെ വേണം. കരുണയുടെ അപ്പസ്തോലയായ വിശുദ്ധ മരിയ ഫൗസ്റ്റീന കൊവാൽസ്ക തൻ്റെ മുറിയിൽ ഒരിക്കൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പരിശുദ്ധയമ്മ ഉണ്ണിയേശുവിനെ കൈകളിലേന്തി തൻ്റെ മുറിയിൽ നിൽക്കുന്നു. പെട്ടെന്ന് വിശുദ്ധ പറഞ്ഞു, ഞാൻ എത്രമാത്രം സഹിക്കുന്നുവെന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ. പരിശുദ്ധ അമ്മ പ്രത്യുത്തരിച്ചു, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. എല്ലായ്പ്പോഴും അങ്ങനെയായിരിക്കും, ഇനിയും അങ്ങനെയായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഉയർച്ചകളിലും താഴ്ചകളിലും താങ്ങായി തണലായി പരിശുദ്ധ അമ്മ നമ്മുടെ ചാരയുണ്ട്. ശരീരത്തോട് വസ്ത്രം ചേർന്ന് കിടക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മോടൊപ്പം എപ്പോഴുമുണ്ട്. ഈ ഗാനത്തിൻ്റെ ഈരടികളിലൂടെ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, ഗാനത്തോട് ചേരാം. എൻ്റെ അമ്മേ, ബത്ലഹേമിലെ പരമദാരിദ്ര്യത്തിലും കാൽവരിയിലെ ഒറ്റപ്പെടലിലും ദൈവഹിതത്തോട് എങ്ങനെ ചേർന്ന് നടക്കണമെന്ന് അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലും ദൈവഹിതത്തോട് സദാസമയവും നീതി പുലർത്താൻ ചേർന്ന് നടക്കാൻ അമ്മ ഞങ്ങൾക്ക് താങ്ങായി തണലായി കൂടെ വരണേ, പ്രാർത്ഥിക്കണമേ. കാലിത്തൊഴുത്തിലും കഥനം കിരിയുമാ കാൽവരി ഗിരിയിലും കണ്ടു നിന്നെ. കാലിത്തൊഴുത്തിലും കഥനം കിരിയുമാ കാൽവരി ഗിരിയിലും കണ്ടു നിന്നെ. ഇന്നോളമേകിയ നന്മകളൊക്കെയും ഇന്നോളമേകിയ നന്മകളൊക്കെയും അമ്മേ നിൻ സഹനത്തിൻ പുണ്യമല്ലോ. ഏകുന്നു നന്ദി ഞാൻ ദിവ്യമാതേ. അമ്മേ അമലേ കരുണതൻ മണിവിളക്കേ, കരുണതൻ മണിവിളക്കേ. ഉറ്റവരും ഉടയവരും ഞങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോഴും ശൂന്യത ഹൃദയത്തിൽ തളം കെട്ടുമ്പോഴും അമ്മേ മാതാവേ, ഞങ്ങളുടെ ചാരത്ത് അമ്മയുണ്ടാകണമേ. സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യണമേ.
നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ദുഃഖിതരുടെ അവലംബമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ആശ്വാസമാകണമേ. ചേർന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. ദുഃഖിതരുടെ അവലംബമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ആശ്രയമാകണമേ.